ആരുടെ മാൻഡേറ്റ് ആണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്? നിങ്ങൾ രാമായണം സിനിമ ഉണ്ടാക്കിയാൽ സീതയെ അഗ്നിപ്രവേശം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശൂർപ്പണഖയുടെ മുല മുറിക്കേണ്ടി വരുമല്ലോ. അത് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യും? രഞ്ജി പണിക്കരുടെ മകൻ ഈ അടുത്തൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിന്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. രഞ്ജി പണിക്കരുടെ മകന്റെ സോഴ്സ് രഞ്ജി പണിക്കരാണ്, അയാളുടെ അഭിപ്രായങ്ങളുടെ സോഴ്സ് രഞ്ജി പണിക്കരല്ല. നമ്മുടെ തോൽവിയിൽ ഒരാൾ ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സാജൻ ബേക്കറി പൊട്ടി എല്ലാവരും തെറി പറഞ്ഞപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. തമിഴ് ഇൻഡസ്ട്രിയിലെ കോസ്റ്റാർസിനെ കാണുമ്പോൾ ഒക്കെ അവർ പറയുന്നത് മലയാളത്തിൽ അഭിനയിക്കണം, അതുപോലത്തെ സിനിമകൾ ചെയ്യണം, ആൻഡ് ദേ വാല്യൂ ഓൾ ദ മലയാളി ആക്ടേഴ്സ്. ഹീറോയ്ക്ക് വില്ലനാവാൻ പറ്റില്ല, ഹീറോയ്ക്ക് ചെറ്റയാവാൻ പറ്റില്ല. ഇപ്പൊ കോമഡി ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണേലും എനിക്ക് കയ്യും കാലും വെക്കാം. അപ്പൊ അയാളുടെ അച്ഛനൊരു റേഷൻ കട നടത്തിയിട്ടായിരുന്നുവെങ്കിൽ അജുവിന്റെ കഥാപാത്രം ആ റേഷൻ കടയിൽ കാണിക്കാവുന്ന തരികിടയും ഉടായ്പകളും കാണിക്കുന്ന ഒരാളായിട്ട് മാറും. I'm more ethical. He's more into unethical. He's more into making business. ബേസിൽ ജോസഫിന്റെ അടുത്തും ജൂഡാനിന്റെ അടുത്തും മിഥുൻ മാനുവലത്തും ബിബിൻ ദാസിന്റെ അടുത്തൊക്കെ പോയത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനാ. അതെന്തിനാ? അവർക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633888575. 2012 റിലീസായ ഒരു ഹ്രസ്യ ചിത്രമുണ്ട്, യെല്ലോ പെൻ എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. അതിൽ നായകൻ അജു വർഗീസ് ആണ്. പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തയുണ്ടാക്കിയാൽ എന്തായിരിക്കും പരിണതഫലം എന്ന് മനസ്സിലാക്കാൻ ആ ഷോർട്ട് ഫിലിം മാത്രം കണ്ടാൽ മതിയാവും. അതിന്റെ ഒരു ഫീച്ചർ ഫിലിമിന്റെ ഒരു വേർഷൻ ആണോ പടക്കുതിര എന്ന് ചോദിച്ചറിയാൻ താല്പര്യമുണ്ട്. അജു വർഗീസ്, രഞ്ജി പണിക്കർ, സിജാറോസ് എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. ഞാനേ നീ ഇൻട്രോ പറയുമ്പം എന്റെ ഭയം നീ ഏറിപ്പോവെന്ന് അങ്ങനെ ഒരു കരുതലുണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ സാറിനോട് പറഞ്ഞു ഏറ്റവും നമുക്ക് പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഇഷ്ടം ഉള്ളൊരു ഇന്റർവ്യൂവർ ആണ് ഇന്ന്. സാറ് എന്താണ് അവൻ പടത്തിവിടാൻ പോണേന്ന് അറിയില്ല, ഭാഗ്യം. പക്ഷെ അതിന്റെ കണക്ഷനിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ആ ജൂഡ് ആന്റണി ജോസഫ് ആണ് അത് ഡയറക്ട് ചെയ്തത്. ജൂഡ് ആന്റണി ജോസഫ് ആണ് ഓം ശാന്തി ഓശാന ഡയറക്ട് ചെയ്തത്. അതിലേക്ക് കിടക്കായിരുന്നു. ഈ യെല്ലോ പെന്റെ ഒരു വലിയ വേർഷൻ ഇതിൽ പ്രതീക്ഷിക്കാവോ? ഭയങ്കര അവകാശവാദങ്ങളൊന്നും ആദ്യമേ ഞാൻ വെക്കില്ല. പടക്കുതിര ഈസ് എ ടൈം പാസ് എന്റർടൈനർ. പ്രേക്ഷകന് വന്ന് കണ്ട് കുറച്ചു നേരം എന്റർടൈൻഡ് ആയി പോവുക, കുറച്ചു നേരം വന്ന് കണ്ട് എന്റർടൈൻഡ് ആയി പോവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അതിന് കൃത്യമായ ഇവന്റ്സ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ ജനറേഷനും ഞാൻ ഒക്കെ മാറി, വെരി ന്യൂ ജനറേഷൻ. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നൊരു ജനറേഷൻ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ശരിയാണോ എന്നറിയില്ല, ബട്ട് ഞാൻ എൻ്റെ റീഡിങ്ങിൽ ഇവൻറ്റ്ഫുൾ ആയിരിക്കണം എല്ലാം. എനിക്കത് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അയാൾക്കത് എഴുതുകയില്ലേ, അതെ ലാൽ സാറിൻ്റെ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ സന്തോഷങ്ങളെ ആഘോഷമാക്കുക, നമ്മുടെ ദുഃഖങ്ങളെ ആഘോഷമാക്കുക, എല്ലാം ആഘോഷമാക്കുന്ന ഒരു തലമുറ. അപ്പൊ അതിന്ന് പ്രാക്ടിക്കലി ഉണ്ട് ചുറ്റും, പോസ്റ്റ് കോവിഡ് എസ്പെഷ്യലി. അപ്പൊ ആ ആഘോഷത്തിൽ ചേർത്ത് വെക്കാവുന്നൊരു സിനിമ. പത്രധർമ്മം അതിന്റെ ഒരു തീമായി ഉണ്ട്. റൈറ്റ് പത്രധർമ്മം എന്നുള്ളത് തുടക്കത്തിലൊന്നുമില്ല. അവന്റെ ഇപ്പോഴത്തെ ധർമ്മം ഒരു പരിധിവരെ പണം ആണ്, ജീവിക്കുക. അതിന് ഏതാണ് ക്ലിക്ക് ബെയ്റ്റ്സ് നിന്ന് സോഷ്യൽ മീഡിയ പറയാവുന്നത് പ്രിന്റിലോട്ട് വരുമ്പോ എങ്ങനെയാണ് മുഖചിത്രം, ക്യാപ്ഷൻസ് അല്ലേ. ഈ ഒരു ജേർണലിസ്റ്റിൽ നിന്ന് പത്രാധിപരായി പരിവപ്പെട്ടിട്ട് പിന്നെ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയല്ലോ. ഇപ്പോഴും ആദ്യ ജോലിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം? ആ ജോലിയെ ആ ഒരു പ്രായത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെയ്തൊരു കാര്യം. അന്ന് പത്രാധിപരൊന്നുമല്ല, ഞാൻ മാതൃഭൂമിയിൽ ഒരു സ്ട്രിങ്ങറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ആ കാലത്ത് കൗമുദിയിലാണ് ആദ്യം തുടങ്ങുന്നത്. അത് ഞാൻ ജേർണലിസം ട്രിവാൻഡ്രത്ത് പ്രസ് ക്ലബ്ബിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. പിന്നെ ഞാൻ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ കേരള യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സമയത്താണ് മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് വിഭാഗത്തിൽ ചിത്രഭൂമി, ഗൃഹലക്ഷ്മി, താരാപഥം, അങ്ങനെ കുറേ അന്ന് സിനിമയ്ക്ക് വലിയ പ്രാധാന്യം പ്രിന്റ് മീഡിയയിലുണ്ടായിരുന്നു ഇന്നത്തേക്കാൾ. അപ്പോൾ അങ്ങനെ ഒരു ജോലിയായിരുന്നു അത്. അന്ന് അത് ജോലി എൻജോയ് ചെയ്യുന്ന ഒരു കാലം തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അൾട്ടിമേറ്റ്ലി സിനിമയിൽ ആണ് എത്തിപ്പെടേണ്ടത് എന്ന ഒരു ധാരണയുള്ള ഒരാളായിരുന്നു ഞാൻ. ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് എൻ്റെ ഡ്രീമിലേക്കുള്ള ഒരു പാത്തായിരുന്നു. പഠിക്കുന്ന കാലത്തെ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയും ജേർണലിസവും രണ്ടും എനിക്ക് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. രണ്ടിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള മേഖലകളാണ് രണ്ടും. അപ്പോൾ അത് ആ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ഈ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് നമ്മൾ ഒരു റിയൽ ലൈഫിലേക്ക് സഞ്ചരിച്ച് തുടങ്ങുന്നൊരു കാലമാണ്. അപ്പോൾ റിയൽ ലൈഫിൻ്റെ സ്ട്രഗിൾസ്, റിയൽ ലൈഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ബാധ്യതകൾ, ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ എല്ലാം തുടക്കമാണ് ആ കാലം.
അപ്പോൾ അത് പല വിധത്തിലുള്ള സ്ട്രഗിൾസ് ചേർന്നിട്ടുള്ളൊരു കാലമാണ്. സ്ട്രഗിൾസിൻ്റെ ഏറ്റവും വലിയൊരു സുഖമെന്ന് പറയുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നമ്മളെ ആ സ്ട്രഗിള് അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അത് എൻഡ്യൂർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായി വരുന്നത് അപ്പോഴാണ്, അതിനുള്ളൊരു ആത്മബലം ഉണ്ടായി വരുന്നത് അപ്പോഴാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത. ഞാൻ പിന്നീട് സിനിമയിൽ എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ, നിലപാട്, എൻ്റെ സോഷ്യൽ സാമൂഹ്യ ജീവിതം, ഇതിനെയൊക്കെ തീരുമാനിച്ചത് ആ കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു കാലഘട്ടം അതാണ്. പടക്കുതിരയിലെ വേഷത്തിന് ഈ അന്ന് കാലത്തുണ്ടായിരുന്ന പത്രാധിപരമായിട്ടോ അല്ലെങ്കിൽ രഞ്ജി പണിക്കർ പേഴ്സണലി എടുത്തു വെക്കുന്ന പത്രധർമ്മമായിട്ടൊക്കെ എന്തെങ്കിലും സാമ്യമോ അടുപ്പമോ ഉണ്ടോ? അജുവിൻ്റെ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രമല്ല പ്രധാനം. അജുവിൻ്റെ കഥാപാത്രത്തിന് അജുവിൻ്റെ ജീവിതവും സർവൈവലുമാണ്. അതിനുള്ളൊരു ഉപാധിയാണ് പത്രം. വേറൊരു ജോലി ചെയ്തിരുന്നെങ്കിലും ഒരുപക്ഷെ ഇത്തരം ഉപായങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും അജുവിൻ്റെ കഥാപാത്രം സഞ്ചരിക്കുക. അപ്പോൾ അയാളുടെ അച്ഛനൊരു റേഷൻ കട നടത്തിയിട്ടായിരുന്നുവെങ്കിൽ അജുവിൻ്റെ കഥാപാത്രം ആ റേഷൻ കടയിൽ കാണിക്കാവുന്ന തരികിടകളും ഉടായ്പകളും കാണിക്കുന്ന ഒരാളായിട്ട് മാറും. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അജുവിൻ്റെ അച്ഛൻ കഥാപാത്രം ഉണ്ടാക്കി വെച്ചൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രധർമ്മമായിരുന്നു ജീവിതം. അജുവിൻ്റെ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് പത്രം ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഒരേ മീഡിയത്തിനെ രണ്ട് തരത്തിൽ ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് അതിനെ ഒരു അയാളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും കമ്മിറ്റ്മെൻ്റ് ആയിട്ടും കാണാൻ കഴിയും. ഒരാൾക്ക് അതിനെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിൽ എന്തുമാക്കി മാറ്റാവുന്ന ഒന്നായി കാണാൻ പറ്റും. ആ വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജേർണലിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. പാസ്റ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അയാളുടെ ആ പാസ്റ്റാണ് ഒരുപക്ഷെ ഈ സിനിമയിലെ അജു അടക്കമുള്ള ആ ഒരു സുഹൃത് വലയത്തിൻ്റെ പിന്നീടുള്ള ഇയാളെ കണ്ടുമുട്ടുന്നതിന് ശേഷമുള്ള ഒരു ജീവിതത്തിനെ തീരുമാനിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പത്രധർമ്മ നിർവഹണമല്ല അവിടെ സംഭവിക്കുന്നത്. അയാളുടെ പാസ്റ്റും അയാളിൽ ആ പാസ്റ്റ് ഉണ്ടാക്കിയ ഒരു വെഞ്ചൻസും അയാളുടെ പാസ്റ്റ് ഉണ്ടാക്കിയ ആഘാതങ്ങളുമൊക്കെ ഈ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിനെ തകിടം മറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്രചോദനമാണോ പ്രതികാരമാണോ? അത് സിനിമ അതാണ്. അതും കൂടെ പറഞ്ഞാൽ പിന്നെ സിനിമ ഞാൻ പറഞ്ഞതിൽ ആ ഒരു സസ്പെൻസ് അത്യാവശ്യം എല്ലാം ഉണ്ട്. നെപ്പോ മീഡിയ കിട്ടാണല്ലോ ഇപ്പൊ. നെപ്പോ മീഡിയ അതെ. ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട് ഈ ഒമാൻ ടൈംസ് എന്നൊരു ഓൺലൈൻ മീഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ജേർണലിസ്റ്റ് ആവാനായിരുന്നു താല്പര്യം അച്ഛനെ പോലെ എന്നൊക്കെ. ഞാൻ മാസ് മീഡിയ സ്റ്റുഡൻ്റ് ആണ്. അച്ഛൻ ഓഫ് കോഴ്സ് പ്രിന്റ് മീഡിയയിലെ ജേർണലിസ്റ്റ് ആണ്. ഒമാൻ ഡെയിലി ഒബ്സർവറിൽ പത്രത്തിലായിരുന്നു. പക്ഷേ ഐ വോണ്ട് ടു ബി ഇൻ ദ വിഷ്വൽ മീഡിയ. നമുക്ക് എല്ലാവർക്കും സംവാട്ട് ഒരു കണക്ഷൻസ് ഉണ്ട്. കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിലിംസിലേക്ക് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഡൂയിങ് ഇന്റേൺഷിപ്പ് ഡ്യൂറിങ് കോളേജ് ടൈം ഒക്കെ എനിക്ക് ഈ ഒരു ക്യാരക്ടറിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഇതിൽ ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. നമ്മൾ രണ്ടുപേർക്ക് ഒരു ക്ലാഷ് ഉണ്ട് ഇതിൽ. ബിക്കോസ് എത്തിക്സ് ആയിട്ട് ഐ എം മോർ എത്തിക്കൽ, ഹീസ് മോർ ഇൻ ടു മേക്കിംഗ് അൺഎത്തിക്കൽ, ഹീസ് മോർ ഇൻ ടു മേക്കിംഗ് ബിസിനസ്. അത് അൺഎത്തിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ചെറുതായിട്ട് അൺഎത്തിക്കൽ വേസിൽ ബിസിനസ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് തുടങ്ങി വെച്ചത് ആ പത്രം ഇസ് മോർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഇസ് മോർ ഓഫ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് പത്രമായിരുന്നു. ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു റിപ്പോർട്ടർ പോയിട്ട് ഓരോരോ കേസസ് സോൾവ് ചെയ്യുക, അങ്ങനെ ആൻഡ് ദെൻ അവിടുന്ന് ഒരു മകനെടുത്ത് വന്നപ്പോഴത്തേക്ക് ഹിസ് വേ ഓഫ് മേക്കിംഗ് മണി ത്രൂ ദ പ്രിന്റ് മീഡിയ, അത് വരെ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് റിലേറ്റബിൾ ആണ്. നമ്മുടെ മീഡിയയിലാണെങ്കിലും വിഷ്വൽ മീഡിയയിലാണെങ്കിലും ഇപ്പം ത്രൂ ക്ലിക്ക് ബീറ്റ്സ് നമ്മൾ എങ്ങനെയാണ് മാക്സിമം മറ്റേ മസാലാസ് ഇട്ടിട്ട് നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടാൻ നോക്കുന്നത്. സോ അതുപോലത്തെ ഒരു സംഭവമാണ്. സോ ഇറ്റ്സ് എ ക്ലാഷ് ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്. ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ കുറേ കൂടി പക്വതയുള്ള അജു വർഗീസിനെ കാണിക്കാൻ വേണ്ടി അജു വർഗീസ് ശ്രമകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് കണ്ട ഐഡന്റിറ്റിയിൽ ഉൾപ്പെടെ മീശയൊക്കെ പഠിച്ച് സാധാരണ രഞ്ജി പണിക്കരൊക്കെ ചെയ്യുന്ന വേഷമാണ് അതിൽ അജു വർഗീസ് പോർട്രേ ചെയ്തിട്ടുള്ളത്. സാധാരണ രഞ്ജി പണിക്കർ ആലോലക്സ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാന ക്രൂഷ്യൽ റോളാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ചുവടുമാറ്റം എനിക്ക് തോന്നുന്നു നായകനാവാൻ വയ്യ, അതായത് നായകനായി കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അത് എടുക്കാൻ വയ്യാത്ത അജു വർഗീസ് എന്നാണ് വരുന്നത്. അല്ല ഒരു
ഞാൻ അദ്ദേഹത്തിനോട് ഒരു വട്ടം ചോദിച്ചു എന്താണ് ഈ ബേസിലിനെ പോലെ അല്ലെങ്കിൽ ഷറഫിനെ പോലെ ഒന്നും നായകനാവാത്തതെന്ന്, കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റോടുകൂടി നായകനാവാത്തതെന്ന്. അതിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വയ്യ എന്നാണ്. എന്താണ് ഈ വയ്യായിക്ക് പിന്നെ? ഉത്തരവാദിത്വം, റിസ്ക്, ഇത് രണ്ടും ഹ്യൂജാണ്. നായകൻ എന്ന് പറയുന്നത് കുട്ടേട്ടൻ എന്നോട് പറഞ്ഞ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. അദ്ദേഹം വെരി സീനിയർ കമ്പയർ ചെയ്ത് പറയല്ല, പക്ഷെ എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ച വേളകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര, നായകന്മാർക്ക് എപ്പോഴും ഒരു ഗ്രാഫാണ്. സ്ഥിര സിനിമ, കൊമേഴ്ഷ്യൽ സിനിമകളുടെ നായകന്മാർക്ക് ഒരു ഗ്രാഫാണ് അല്ലേ? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, വിജയിക്കുന്നു, നായികയെ കിട്ടുന്നു, അല്ലെങ്കിൽ ഇതാണല്ലോ കൂടുതൽ. ഇന്ന് മലയാള സിനിമ മാറുന്നു എന്നുള്ളത് എക്സെപ്ഷണലാണ്, മറ്റ് ഇൻഡസ്ട്രിയിലൊന്നും മാറ്റമൊന്നുമില്ല. കുട്ടേട്ടന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ലുക്ക് ചേഞ്ചസ് ഇഷ്ടമാണ്, അതിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു മാഫിയയിലാണെന്ന് തോന്നുന്നു ഒരു ഷോട്ട് എടുക്കാൻ അദ്ദേഹത്തിന് കാലിൽ അതില് അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ കോൺടസയിൽ വന്നിറങ്ങിയിട്ട് ക്ലോസ് ആ എടുക്കുന്നത്, അപ്പൊ ഇതിട്ടില്ല, ക്ലോസിൽ അറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് വേണം, അതുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാരക്ടറിൽ ഉള്ള ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആ ഷോട്ടിന് അത് ഇട്ടു. അപ്പൊ അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഇവരോടൊക്കെ ഉള്ള ഇന്ററാക്ഷൻസ് നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് പോലെ കാണുന്നത്, ഒരു ലെക്ചർ ക്ലാസ് പോലെ കാണുന്നത്. നാച്ചുറലി എനിക്ക് അതിലൊരു ഇൻക്ലേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ വിശ്വസിക്കുന്നു രൂപമാറ്റം ഫസ്റ്റ് ഒരു ക്യാരക്ടറിന്റെ ഫസ്റ്റ് പ്രൈമറി സ്റ്റെപ്പാണ്. അത് കിട്ടിയാൽ എനിക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു അഡീഷൻ ഫീൽ ചെയ്യിക്കാം. ബോഡി ലാംഗ്വേജ് ഒന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, ഒന്നും മാറ്റം വന്നിട്ടുണ്ടാവില്ല, അവർക്കൊക്കെ മാറ്റം വരും. ഹീറോ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് പോസിബിൾ അല്ല. ഹീറോയ്ക്ക് വില്ലൻ ആവാൻ പറ്റില്ല, ഹീറോയ്ക്ക് ചെറ്റയാവാൻ പറ്റില്ല. ഹീറോയ്ക്ക് ഇപ്പോൾ കോമഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സ്വാതന്ത്ര്യം എങ്ങനെ വേണേലും എനിക്ക് കയ്യും കാലും വെക്കാം. നായക നടൻ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിരിക്കും. മറ്റ് കഥാപാത്ര വേഷങ്ങൾക്ക് അതൊന്നും വേണ്ട. അപ്പോൾ തോന്നുന്നത് ചെയ്താൽ പോലും ആ കഥാപാത്രത്തിന്റെ ഒരു ചേഷ്ടയായി അതിനെ വായിക്കാം. ആ ഫ്രീഡം ഞാൻ എൻജോയ് ചെയ്യും. അപ്പൊ മറ്റേത് കുറച്ചും കൂടി റെസ്ട്രിക്ഷൻ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ആസിഫ് അലി എന്നോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, ആസിഫ് എന്നോട് പറഞ്ഞ കാര്യം, അജു വർഗീസ് ആണ് ആസിഫോട് പറഞ്ഞത്, ഒരു എല്ലാ നടന്മാരും മീശയും താടി മുഴുവനായിട്ട് വടിച്ചു കളയണം, ക്ലീൻ ഷേവ് ചെയ്യണം, എന്നിട്ട് വെപ്പ് മീശയും വെപ്പ് താടിയും ഒട്ടിച്ച് നോക്കണം. അപ്പൊ നമ്മൾ ഓരോ സിനിമയിലും ചെയ്യുന്ന ഓരോ ഭാവങ്ങളും മാറി മാറിക്കൊണ്ടിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ മീശ ഒട്ടിക്കുമ്പോ ഈ പശ കാരണം ഇവിടെ ഒട്ടിയിരിക്കും. അപ്പൊ നമ്മൾ എടാന്ന് വിളിക്കുമ്പോ മറ്റേ ഇപ്പൊ എടാന്ന് വിളിക്കുന്നത് എടാന്നായിപ്പോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആക്ടിങ് വ്യത്യാസം തോന്നും. ഇത് പ്രാക്ടിക്കലി ദ ലെജൻഡ് ജഗദീഷ് ശ്രീകുമാർ സാറാണ് എന്നും ക്ലീൻ ഷേവ് ആയി നടന്നതും, എന്നും അറ്റാച്ച്മെന്റ്. പ്രേം നസീർ സാർ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ ആയിരുന്നു. ഇവരൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് ഇത് ഈ റീസൺ കണ്ടിട്ടുണ്ടാവാം. എനിക്കൊരിക്കലും അവരോട് ചോദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് ബേസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിക്കവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. വിനീതിനെ കുഞ്ഞിരാമായണത്തിൽ മീശ ഒട്ടിപ്പിച്ച ഞാൻ. അതെ അതെ അതെ. കാര്യം വേറൊന്നുമല്ല, രൂപം മാറുമ്പം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ വേറൊരാളാന്ന് തോന്നുമ്പം എവിടെയോ ചിലപ്പം നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും ആ മേക്ക് ബിലീഫ് ഉണ്ടാക്കാൻ. ശ്രീരാമേട്ടനായിട്ടുള്ള മമ്മൂക്കയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പൊന്തൻ മാണയുടെ മേക്കപ്പിനെ കുറിച്ച് പറയുന്ന ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? അന്ന് എന്താണോ അത് ഈ നമ്മളെന്താ പറയാ, ഈ റിങ്കിൾസിന് വേണ്ടി അന്ന് എന്തോ ഒരു സാധനം ആദ്യം തേക്കണം. അദ്ദേഹത്തിന്റെ ചേഷ്ട അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒക്കെ അതിന്റെ പുറകിലായി പോയി. ഇപ്പൊ സന്തോഷമാണെങ്കിൽ പോലും ഇത് ഇപ്പൊ റിങ്കിൾ വരാൻ അദ്ദേഹം പറയുന്നു, റിങ്കിൾസ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ അപ്ലൈ ചെയ്ത സംഭവത്തിന് പുറത്ത് ഇങ്ങനെ പിടിച്ചാൽ റിങ്കിൾ ഫീൽ ചെയ്യുള്ളൂ. ഇത് പിടിച്ചിട്ട് വേണം സന്തോഷവും സങ്കടവും ഒക്കെ കാണിക്കാൻ. സോ ഇറ്റ് ഈസ് ലൈക്ക് ലെയറിന്റെ പുറത്ത് നമ്മൾ രണ്ട് ആക്ട് കൊടുക്കണം. അല്ല, അദ്ദേഹം ഏറ്റവും അധികം കഷ്ടപ്പെട്ടിരുന്ന ഒരു പുഴയുടെ ഒരു റിഫ്ലക്ഷനിൽ നോക്കിയിട്ട് ഷേവിങ് സെറ്റ് കിട്ടിയിട്ട് എടുത്ത് ഓടുമ്പോൾ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും ഗമ്മുണ്ടാക്കുന്ന ചൊറിച്ചിലും വെച്ചിട്ട് ആ നടൻ സന്തോഷം കാണിക്കുകയാണ്, ഉള്ളിൽ നിന്നൊരു സന്തോഷം. ഞാൻ പറഞ്ഞു വന്ന നേരത്തെ ചോദ്യത്തിലോട് കണക്ട് ചെയ്യുന്നത് ഇതൊന്നും ചിലപ്പോൾ ലീഡ് റോൾസിന് പോസിബിൾ ആവില്ല. പിന്നെ രണ്ടും ഞാൻ കംഫർട്ടബിൾ ഇതിലാണ്. അതെൻ്റെ മടി, ഞാനൊരു മടിയനാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. സോ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്യാരക്ടർ റോൾസാണ് എനിക്കിഷ്ടം. സാർ, ഈ റിവ്യൂവേഴ്സ് ഒക്കെ അവരുടെ റിവ്യൂസിൽ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ അതിനെ സാർ എങ്ങനെ കൺസ്ട്രക്റ്റീവ് എടുക്കുന്നതെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. രഞ്ജി പണിക്കർ ഒരു പ്രത്യേക രീതിയിലാണ് ശരീരഭാഷ ഉപയോഗിക്കുന്നത് കഥാപാത്രമാവുമ്പോൾ എന്നെല്ലാം ആളുകൾ റിവ്യൂസിൽ പറയാറുണ്ട്. ഇതിനെ ഒരു നടനെന്ന രീതിയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ കൺസ്ട്രക്റ്റീവ്ലി സമീപിക്കാറുണ്ടോ? ഞാൻ അഭിനയിക്കാൻ വരുമ്പം തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം എൻ്റെ ശരീരത്തിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ചാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഓം ശാന്തിയിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് റിജിഡാണ് എൻ്റെ ശരീരം. അപ്പോൾ ഞാനത് ഫ്ലെക്സിബിൾ ആക്കിയില്ലെങ്കിൽ ആളുകൾ ശ്വാസം വിടറാന്ന് തിയേറ്ററിലിരുന്ന് വിളിച്ചു പറയും. സാറ് അന്ന് പറഞ്ഞു ആദ്യം അഭിനയിക്കുമ്പോൾ എനിക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡയറക്ടറോടും ജൂഡിനോടും മിഥുനോടും പറഞ്ഞു, എടാ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബലം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണം സാറേ, ശ്വാസം വിടുന്നൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ്. അപ്പം ഇതെൻ്റെ ശരീരമാണ്. ഏർപിടുത്തം എന്നതിനെ നിങ്ങൾ വേണമെങ്കിൽ പേരിടാം, പക്ഷെ അത് എൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവമാണ്. അറിയാം അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ ഞാൻ ചെയ്യുന്ന കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിടണം. പലമാരയിലൊക്കെ ചെയ്തതുപോലെ പലമാരും ചെയ്തിട്ടുണ്ട്, ഭയാനകത്തിൽ ചെയ്തിട്ടുണ്ട്, ജയരാജന്റെ രൗദ്രത്തിൽ ചെയ്തിട്ടുണ്ട്, കോളാമ്പി എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് ആ കഥാപാത്രം എൻ്റെ അടിസ്ഥാനപരമായ ഒരു ശരീര ഭാഷയെ പൂർണ്ണമായിട്ട് ഇപ്പം ഞാനൊരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആവശ്യപ്പെടുന്നുണ്ടാവില്ല. ചില വേഷങ്ങൾ അത് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുന്ന വേഷങ്ങളിൽ ഞാൻ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്. ആ വിമർശനത്തിന് ഒരു നടൻ എന്ന നിലയ്ക്ക്, ഞാൻ ഒരു സ്ക്രീനിൽ പെർഫോം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതും അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതും അതിനെക്കുറിച്ച് എപ്പോഴും ജാഗ്രതപ്പെട്ടിരിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ബാധ്യതയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ ഞാൻ അങ്ങനെ കാണുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഞാൻ സാർ ഇത്ര അവെയറാണ് ഇതിനെ പറ്റി എനിക്കറിയില്ല. എൻ്റെ അത്ര അവെയറായിട്ട് വേറെ ആളില്ല. ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സാറ് വേറെ വേൾഡിലാണ് ഇതിലെ വേഷം കുറച്ചുകൂടെ അയഞ്ഞതാണ്. ഞാൻ കേരളകൗമുദിയിൽ ആദ്യമായിട്ട് 1981 ആദ്യമായിട്ട് കലാകൗമുദിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, അവനെന്നാടാ സർക്കിൾ ഇൻസ്പെക്ടറാണോ അതോ പിന്നെ ജേർണലിസം അപ്രന്റീസായിട്ട് വന്നതാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ നടപ്പിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക എന്ന് പറയുന്നൊരു ശീലം ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലാതെ എൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അഭിനയിക്കുമ്പോഴല്ല ഇത് പറഞ്ഞത്. അത് ഏറ്റവും ഒരു ആക്ടറിന് പ്ലസ് ആയി മാറുന്ന സ്ഥലമാണ് ക്യാപ്റ്റൻ ഗോദയിലെ. ഗോവയിലുണ്ട്, അതിരനിലുണ്ട്. അത്തരം ആ ഒരു പോസ്റ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പം അത്തരം ഒരു വേഷത്തിന് എന്നെ വിളിക്കുന്നത് ചിലപ്പോൾ ഇത് കൊണ്ടുകൂടിയാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. ഇപ്പം മോഹൻലാൽ ഒരു സൈഡ് ചെരിഞ്ഞ് നടക്കുന്നത് ആദ്യകാലത്ത് ഭയങ്കരമായ വിമർശനങ്ങൾ. പിന്നെ മോഹൻലാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വേറെ അയാളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ഒരു അഭിനയത്തിൻ്റെ മറ്റ് ശൃംഗങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഇതൊക്കെ നിസ്സാരമായി മാറി. മമ്മൂക്കയ്ക്ക് ഒരു കാലിനേക്കാൾ ഒരല്പം നീളം കുറവുണ്ട്. അത് ആദ്യകാലങ്ങളിൽ പുള്ളിയെ വല്ലാണ്ട് വിഷമിപ്പിച്ചിരുന്നു. പിന്നെ അത് ഒരു ഭയങ്കര സംഭവമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് അമരത്തിലൊരു ഷോട്ടുണ്ട്, ഈ കൊച്ചിനെ തോളെ വെച്ചിട്ട് കടൽപ്പുറത്തൂടെ നടക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിഥമുണ്ട്. ഇറ്റ്സ് പോസിബിൾ. ഒരാൾക്ക് അയാളുടെ ശരീരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനെ ഓവർകം ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിൽ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും അയാളുടെ ബാധ്യതയാണ്. ചിലപ്പോൾ അത് നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഇപ്പം മമ്മൂട്ടി എന്ന ടോപ്പിക് വന്നതുകൊണ്ട് മാത്രം ചോദിച്ചോട്ടെ. ഇപ്പം മമ്മൂട്ടി എന്ന സുഹൃത്തുമായി ദീർഘസമയം സഞ്ചരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടല്ലോ, സിനിമാ പ്രവർത്തകനായിട്ടും അല്ലാതെയൊക്കെ. അമരം എന്ന സിനിമ തന്നെ എടുക്കാം. അപ്പം അതിൽ മകൾ ആദരിക്കപ്പെടുന്ന വേദിയിലേക്ക് നമുക്ക് കയറി വരുന്നൊരു ഷോട്ടുണ്ട്. അതിൽ അദ്ദേഹം കൈകൾ ഇങ്ങനെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. ആദ്യമായൊരു സ്റ്റേജിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ സഭാകമ്പവും ആ ശരീരഭാഷയിൽ മുഴുവനുമായുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഈ ശരീരഭാഷ ഇങ്ങനെ ചെയ്യാമെന്ന് സുഹൃത്തുക്കളായിട്ടുള്ള രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് അദ്ദേഹം എത്തുന്നത്? നമുക്ക് ഭയങ്കരമായിട്ട് സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിൻ്റെ പ്ലസ് എന്താണ് മൈനസ് എന്താണെന്നൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ മകൾ ആദരിക്കപ്പെടുന്ന വേദിയിലേക്ക് അയാളുടെ ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അതാണ്. മകളാണ് അയാളുടെ ജീവിതം. മകൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കുകയും ആ സ്വപ്നം ജീവിതകാലം മുഴുവൻ അയാളുടെ ഏക ലക്ഷ്യമായി മാറുകയും ചെയ്യുന്നൊരു അവസ്ഥയാണല്ലോ ആ കഥാപാത്രത്തിൻ്റേത്. ആ സന്ദർഭത്തിൽ അയാൾ എത്ര നിസ്വനും നിസ്സാരനുമാണ് എന്ന് മമ്മൂട്ടി എന്ന നടന് വളരെ വ്യക്തമായിട്ടറിയാം. ആ നിസ്സാരതയിലേക്ക് അയാൾ സ്വയം ഉൾവലിയുന്നത് കൊണ്ടാണ് ആ കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ഒരാൾ അയാളുടെ ശരീരത്തിൽ അയാളുടെ നിസ്സാരത മുഴുവൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് അത്ര നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. ഇപ്പോൾ പൊന്തന്മാടയുടെ കാര്യം പറഞ്ഞില്ലേ, പൊന്തന്മാട
എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പെർഫോമൻസുകളിലൊന്നാണ്. അതേ ആളാണ് വടക്കൻ വീരഗാഥയും ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്യുന്നത്. അതെ, ഏകദേശം ഒരു വർഷത്തിൽ. ജോണി വാക്കർ ജോണി വാക്കർ ഇതൊരു എന്തോ ഒരു മുതല. ഞാൻ ഈ സംഘം കിങ്ങിലെ ഇത് സാർ ഇപ്പൊ ചോദിച്ചോട്ടെ, ഇത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജോസഫ് അലക്സ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഐഡിയലിസ്റ്റിക് കഥാപാത്രമാണ്. അതിപ്പോൾ ഞാൻ ജീവിച്ച കാലത്ത്, ഇപ്പോൾ അടിയന്തരാവസ്ഥ പോലെയുള്ളൊരു കാലം, കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ കാലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വേറൊരു തരം ഫൈറ്റിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുന്ന കാലം, അങ്ങനെ ഒരു കാലത്ത് ഷെയ്പ്പ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ബോധമാണ് എനിക്ക് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ജോസഫ് അലക്സിനെ എഴുതുമ്പോൾ അയാൾ കളക്ടറാണെങ്കിലും അയാളൊരു പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയാവുകയും അച്ഛൻ്റെ ക്ലൗട്ട് കൊണ്ട് അതിൽ നിന്ന് അതാണ് ദി മ്യൂട്ടിനസ് ഹലൂസിനേഷൻസ് ഓഫ് ദി അഡോളസെന്റ് അബ്സോൾഡ് എന്നാണ് അയാളെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചേഷ്ട എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഷാജി സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഷാജിയായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി. ഞാൻ ഇവിടെ ഈ ജോസഫ് അലക്സ് എന്ന് പറയുന്ന ആളുടെ അത് ചെയ്യില്ല, നീ അത് വിട്, ഞാനത് ചെയ്യിച്ചോളാം. ഞാൻ പുള്ളിയെ കൊണ്ട് വെച്ചു, ഞാൻ നീയും ചെയ്താലും നമുക്ക് ചെയ്താലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നോട് യോജിക്കാൻ പറ്റില്ല. വിയോജിപ്പാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കഥാപാത്രം, ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബോധങ്ങളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായി വരുന്ന ചില ബോധങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നൊരു വാസന നമുക്കുണ്ടാവും. ഷാജി പറഞ്ഞേടാ നീ അത് വിട്. ജോസഫ് അലക്സ് പഴയ നക്സൽ സ്വഭാവമൊക്കെ ഉള്ള ആളായിരിക്കും, പക്ഷേ അയാൾ ഇപ്പോൾ ഒരു കളക്ടറാണ്. നമ്മളയാളെ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടല്ലേ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നീ അത് എനിക്ക് വിട്ടേക്ക്, നിനക്ക് ഞാൻ വിട്ടേക്കാം, കാരണം നീ സംവിധായകനാണല്ലോ, അതുകൊണ്ട് നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ജോസഫ് അലക്സ് അങ്ങനല്ല. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഷാജി പറയടാ ഈ പടം തെലുങ്കിലൊക്കെ ഓടാനുള്ള, അന്ന് കമ്മീഷണർ തെലുങ്കിൽ വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷാജി അത്തരം പോസിബിലിറ്റീസിനെ കുറിച്ച് ഷാജിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷാജി പറയടാ അത് ചെയ്യട്ടെ, അത് തിയേറ്ററിൽ കൈ അടിച്ചില്ലെങ്കിൽ നീ എന്നെ അടിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ മിക്കവാറും ഞാൻ നിന്നെ അടിച്ചിരിക്കുന്നു. പക്ഷെ അത് തിയേറ്ററിൽ ഭയങ്കര ഒരു തരംഗമായി മാറും. 2024 ഇവിടെ ഇരുന്ന് അത് തിയേറ്ററിൽ കണ്ട ആള് ചോദിക്കാതെ എഴുതിയ ആളോട് അത് പിന്നീട് അതൊരു ഒരു വലിയ സംഭവമായിട്ട് മാറി. അതൊരു വൈറ്റ് കോളർ ഷർട്ട് വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്, അതൊക്കെ ഷാജിയുടെ ഡിസൈൻസ് ആണ്. അതൊക്കെ ഷാജിക്ക് ഈ നമ്മളറിയാത്ത ഒരു വശമുള്ളത് ഷാജി നന്നായിട്ട് വരയ്ക്കും. ഷാജി സെറ്റുകളുടെ ഈ ഡിസൈനിൽ ഒരുപാട് ശ്രദ്ധിക്കും. അന്നത്തെ കാലത്ത് കേർട്ടനുകൾ, സെറ്റിൽ വെക്കുന്ന ചില ചെറിയ പ്രോപ്പർട്ടീസ്, അതൊക്കെ വളരെ മീനിങ് ഫുള്ളായിട്ടും ഏറ്റവും കാലാനുസൃതമായിട്ടും ഷാജി മാറ്റിയെടുത്തിട്ടുണ്ട്. വിഷ്വൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ലാംഗ്വേജിനെ അതിനെ സ്റ്റൈലൈസ് ചെയ്യുന്നതിൽ ഷാജി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഈ സെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ അതൊരു ഷാജി ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഷാജിക്ക് കുറെ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, കുറെ കൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഐഡിയലിസ്റ്റിക് വെസ്റ്റിജസിന്റെ ഭാഗമായിട്ട് ബലം പിടിക്കുകയും ചെയ്യുമായിരുന്നു. ആ ക്ലാഷ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഷാജി സാറിനോട് ചോദിച്ചു, ഈ ഷർട്ട് ചെന്നൈയിലെ ടാജിലെ, അന്ന് ടാജിൻ്റെ അകത്തൊക്കെ ക്ലോത്തിങ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ, അങ്ങനെ അവിടെ ഒരെണ്ണം കണ്ട് ഷാജി സാർ വാങ്ങിച്ചു. ഷാജി വളരെ ഇന്നോവേറ്റീവ് ആയിരുന്നു അത്തരം കാര്യങ്ങളിൽ. ഞാനന്ന് ഖദർ ഷർട്ടും മുണ്ടുകൊണ്ട് നടക്കുന്ന കാലം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റൈൽ എന്ന് പറയുന്നത് അതാണ്. ഷാജി അതിനേക്കാളൊക്കെ വളരെ വിശാലമായിട്ട് ഇത്തരം മാറുന്ന അഭിരുചികളെ കാണുകയും അതിനെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സമീപിക്കുകയും ചെയ്തതാണ്. അന്നത്തെ രഞ്ജിപ്പണിക്കരുടെ രൂപം എന്ന് പറയുന്നത് കമ്മീഷണറിൽ ചോദ്യകർത്താവായിരിക്കുന്ന രൂപമാണ്. അതെന്റെ ഒറിജിനൽ കോസ്റ്റ്യൂമാണ്, എന്റെ സ്വന്തം കോസ്റ്റ്യൂം. കമ്മീഷണർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് അയാൾക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ഷാജിടാ നീ ഒന്ന് കയറിയിരുന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കയറിയത്. ആക്ച്വലി സാർ ഓം ശാന്തി അല്ലേ ക്യാരക്ടർ വൈസ് ഒരു മാഫിയയിൽ അഭിനയിച്ചു. അല്ല ഞാൻ പറഞ്ഞു വേറൊരാളുടെ. അതെ, മാഫിയയിൽ ഇതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അയാൾ അന്ന് രാവിലെ അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. വേറൊരാളില്ല, ബാംഗ്ലൂരാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരാളെ പകരം കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഷാജി പറഞ്ഞു നീ തന്നെ ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങുന്നു. സാറിന്റെ സിനിമകൾ തന്നെയാണല്ലോ ഒരാൾ ഹയർ ചെയ്യാൻ. 4 ഭാഷകളിൽ അഭിനയിച്ചിരിക്കുന്നു. ഇപ്പോൾ മലയാളത്തിനെന്ന് പറയുന്നതിനൊരു വല്ലാത്തൊരു വാല്യൂ, അതായത് ഗുഡ് വില്ലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാളം മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഇൻഡസ്ട്രി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ മലയാള സിനിമയോടുള്ള പെർസ്പെക്റ്റീവ് ഏത് വിധത്തിലാണ്? ഭയങ്കര നല്ല പെർസ്പെക്റ്റീവ് ആണ്. വെൻ ഐ മീറ്റ് കോസ്റ്റാർസ്, എസ്പെഷ്യലി തമിഴ് ഇൻഡസ്ട്രിയിലെ കോസ്റ്റാർസിനെ കാണുമ്പോൾ ഒക്കെ അവർ പറയുന്നത് മലയാളത്തിൽ അഭിനയിക്കണം,
അതുപോലത്തെ സിനിമകൾ ചെയ്യണം. ആൻഡ് ദേ വാല്യൂ ഓൾ ദ മലയാളി ആക്ടേഴ്സ്. പുതിയ ജനറേഷൻ ആണെങ്കിലും നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും ലെജൻസിനെ എല്ലാവരെയും അവർ ഭയങ്കരമായിട്ട് അഡോർ ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഹാപ്പി. ഇപ്പം ഓരോരോ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയും ഈ സിനിമ വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ പോസ്റ്റേഴ്സ് കൊള്ളാം, ട്രെയിലേഴ്സ് കൊള്ളാം, ഓ വി ആർ എക്സ്പെക്ടിങ് ദിസ്, ഇത് നല്ല കാസ്റ്റാണ്. സോ ദർ ഇസ് എ ടോക്ക്. അപ്പോൾ അത് രസമുണ്ട് അത് കേൾക്കാൻ. ആസ് എ മലയാളി ഫോർ മീ രസമാണ്. ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ ട്രെൻഡായിട്ടുള്ള ഒരു ഫിലിം മേക്കറുമായി അസോസിയേറ്റ് ചെയ്ത് അജു വർഗീസ് നടൻ്റെ ഒരു യാത്ര കാണാറുണ്ട്. ഇപ്പോൾ തുടക്കകാലത്താണെങ്കിൽ വിനീത് ശ്രീനിവാസൻ, അതിനുശേഷം ജൂഡ് ആൻ്റണി, അതിനുശേഷം ബേസിൽ, അതിനുശേഷം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അരുൺ ചന്തു. ഇത് ബോധപൂർവം ചെയ്യുന്നതാണോ? ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്ത് പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ സോംബി സിനിമകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെസ്റ്റോപ്പിയൻ വേൾഡിലുള്ള സിനിമകളാണ്. അപ്പോൾ അവിടെയും അജു ഉണ്ട്. അരുൺ ചന്തു ഏറ്റവും തഴയപ്പെട്ട സംവിധായകരായിരുന്നു സാജൻ ബേക്കർ ചെയ്തത്. എന്നെയും ചന്തുവിനെയും കാല് മടക്കി തൊഴിച്ച് പുറത്തിട്ട് അത് വളരെ ഫണ്ണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അയാളുടെ സായാഹ്ന വാർത്ത വന്നപ്പോൾ ഞാൻ സിറ്റി ഓഫ് ഗോഡും നായകനും കണ്ട് ഭയങ്കര ആസ്വദിച്ചു. മാറുന്ന മലയാള സിനിമ അന്ന് ഞാൻ സിനിമയിലില്ല. എൻ്റെ ഒരു അറിവ് വെച്ച നായകനും ബിഗ് ബി ഒക്കെ വരുമ്പോൾ മദ്രാസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് വിഷ്വലി വേറൊരു സാധനം തരുന്നു, വേറൊരു പാറ്റേൺ വരുന്നു. കാര്യം ഡള്ളായി കിടന്നൊരു മലയാള സിനിമ അന്ന് പ്രേക്ഷകൻ എന്നുള്ളതിൽ എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. വേറൊരു അപ്പീൽ തരുന്ന ഒരു സിനിമ. ഇത് ആരാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ലിജോ ജോസ് പെല്ലിശ്ശേരി, ഒരു ആക്ടറിൻ്റെ മകനാണ്, ബോംബെ ബേസ്ഡ് ആണ്. ആമീൻ വേണ്ടി വന്നില്ലേ, മൂന്നാമത്തെ സിനിമ. അപ്പം അരുൺ ചന്തുവിനെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്ത് കാണുന്നു, അല്ലെങ്കിൽ ഗഗനചാരി അയാളുടെ വല അനൗൺസ് ചെയ്തൊക്കെ കാണുമ്പോൾ എനിക്ക് ഇന്ന് ഇപ്പം ചന്തു മിക്ക ദിവസവും മെസ്സേജ് അയക്കാറുണ്ട്. അവൻ ഏതെങ്കിലും ഒരു മെസ്സേജ് സാജൻ ബേക്കർ നല്ല സിനിമയായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും പ്ലാൻ ചെയ്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബേസിൽ ജോസഫിനോട് വിനീത് ശ്രീനിവാസൻ മാത്രമാണ് അങ്ങനെ. എനിക്ക് ബ്ലൈൻഡ് ആയിരുന്ന സമയത്ത് എന്നെ ഇന്നും വർഷങ്ങൾക്ക് ശേഷം ഡബിൾ റോഡ് കൃത്യമായ ഇൻ്റർവെൽസിൽ എൻ്റെ ഗുരുതുല്യം 100% ഞാൻ കാണുന്ന വിളിക്കുന്നവരാണ്. ബാക്കി എല്ലാവരുടെ ഞാൻ ചെന്നത് എൻ്റെ ആവശ്യത്തിന്. ബേസിൽ ജോസഫിൻ്റെ അടുത്തും ജൂഡ് ആൻ്റണിയുടെ അടുത്തും മിഥുൻ മാനുവലത്തും ബിപിൻ ദാസിൻ്റെ അടുത്തൊക്കെ പോയത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനാണ്. അതെന്തിനാ? അവർക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ. എനിക്കൊരു സിനിമ എടുത്ത് പഠിക്കാനുള്ള കാശില്ലല്ലോ. ഷോർട്ട് ഫിലിം ആകുമ്പം ചെറിയ പൈസയേ ഉള്ളൂ. അപ്പം അതും അവർ തന്നെ കേട്ടോ ഇട്ടത്. ബേസിൽ അന്ന് എനിക്ക് കാശ് തന്നിട്ട് അഭിനയിപ്പിച്ചത് ആസ് ആൻ ആക്ടർ. അത് ഒരിക്കലും പ്ലാൻ ചെയ്ത് നടക്കില്ല. അവരുടെ മെറിറ്റ് കണ്ട് ഞാൻ പോയി ചോദിച്ചതാണ്. ചന്തുവായിട്ട് പിന്നെ നാച്ചുറലി സംഭവിച്ചതാണ്. തട്ടത്തിൻ മറയത്തിൽ അദ്ദേഹം പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു പോസ്റ്റർ ഡിസൈനർ. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ജൂഡ് ആൻ്റണി ഒരു ദിവസം രാവിലെ കഥ തുറന്നു തന്നിട്ട് ചന്തുവിനെ തലങ്ങും വിലങ്ങും തെറി പറഞ്ഞു. എന്തോ ഒരു ഫോട്ടോയോ പോസ്റ്ററോ കിട്ടാത്തതിന് കരഞ്ഞുകൊണ്ട് ഞാൻ എണീക്കുമ്പോൾ മുറിയിൽ പോസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും ചന്തുവിനെ. അപ്പോൾ ഇന്നിപ്പം അയാളുടെ കാലമായി. അയാൾക്ക് ഓരോ ഓഡിയൻസിന് അയാളുണ്ടാക്കി. ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം വല അനൗൺസ് ചെയ്തത് അയാൾക്ക് ഏറ്റവും മലയാളം സിനിമയിലെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടേഴ്സിലും ബെസ്റ്റ് കൊമേഡിയൻസിലുമായ ജഗതി സാറിനെ പോലെ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റി. ഇന്റർവ്യൂകളിൽ ഇപ്പോൾ വരുന്ന ഈ ക്ലാരിറ്റി, ലൈഫ് ലെസൺസ് ഒക്കെ പറയുന്ന അജു വർഗീസ് അതെങ്ങനെ പരിചയപ്പെട്ടു? പണ്ടും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആസിഫ് അലിയുടെ കരിയർ സൈൻ വേവ് പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടുന്നു? അതൊക്കെ ഞാൻ എഞ്ചിനീയറാണ്, സൈൻ വേവ് അറിയാം. എനിക്കറിയാമല്ലോ, സയൻസ് സ്റ്റുഡൻ്റ് അല്ലേ. എനിക്ക് പക്ഷേ തോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരാൾ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ അയാളെ സന്തോഷിപ്പിക്കാൻ കുറച്ചും കൂടി പറയും. എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ അരിയേഴ്സ് 9 എനിക്ക് ഫൈനൽ സെമ്മിൽ. ഞാൻ 15 20 പറയും. അപ്പോൾ അയാളുടെ ഒരു സന്തോഷം എനിക്കൊരു സന്തോഷമാണ്. നമ്മുടെ തോൽവിയിൽ ഒരാൾ ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര സ്ട്രേഞ്ച്. ഐ നോ ദാറ്റ്. സാധാരണ എല്ലാവരും വിഷമിക്കാറേ ഉള്ളൂ. സാജൻ ബേക്കറി പൊട്ടി എല്ലാവരും തെറി പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായിരുന്നു. പൊതുവിൽ ഈ നടന്മാർ വളരെ ആത്മരതിയുള്ള ഭയങ്കര നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, നോട്ട് ഇൻ ദ റോങ് സെൻസ്, അങ്ങനത്തെ ആളുകളാണെന്നുള്ള ഒരു ധാരണ. നിന്നെ മാറ്റാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അതായത് ആ പറയുന്ന ആളെ ഞാൻ തിരുത്തിക്കാമെന്നു. പക്ഷെ ഇത് പ്രൂവ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോരുത്തരെ പ്രൂവ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വെറുതെ ഈഗോടെ പുറത്തെടുത്തൊക്കെ തന്നെ. ഞാൻ വളരെ മടിയനാണ്. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല, നീ എന്ത് വിചാരിച്ചാലും നീ എന്ത് പറയും. പക്ഷെ 150 രൂപ മുടക്കുന്ന പ്രേക്ഷകനോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടെയാണ് ഞാൻ വിചാരിച്ച ഇത്രയും വർഷം അവർ നമ്മളെ സഹിച്ചില്ലേ, നമ്മളുടെ അപ്പം നമ്മൾ ഇനിയും എഫക്റ്റീവായിട്ട് കുറച്ച് ശ്രമകരമായി പണിയെടുക്കണം എൻ്റെ ജോലിയിൽ. ആ ഉത്തരവാദിത്തങ്ങൾ ഇവിടുത്തെ റിവ്യൂവേഴ്സ് കാരണം തന്നെ വന്നതാണ്. അത് ഞാൻ അങ്ങനെ തന്നെ അവർക്ക് അതിനുള്ള ക്രെഡിറ്റും കൊടുക്കും. കാര്യം ശ്രദ്ധ കൂടുതൽ. പക്ഷെ ബാക്കി കാര്യങ്ങളിലൊന്നും
എൻ്റെ വിഷയമല്ല. പടക്കുതിര എന്നുള്ള സിനിമയിൽ ഈ എന്റർടൈൻമെന്റ് തലം ഉണ്ടല്ലോ. ഇപ്പോൾ എന്റർടൈൻമെന്റ് ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നതെന്നും കറക്റ്റായിട്ട് ക്ലാരിറ്റി കിട്ടാത്തൊരു സമയത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം 12 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മദഗജരാജ എന്നുള്ള എല്ലാ അർത്ഥത്തിലും കൊമേഴ്ഷ്യലി എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻട്രോ ഫൈറ്റും ഇൻട്രോ സോങ്ങും ഒക്കെ ഉള്ള ഒരു സിനിമ ഇന്ന് തമിഴ്നാട്ടിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അങ്ങനത്തെ സിനിമ മിസ്സാവുന്നു. അവിടുത്തെ തമിഴ് സിനിമകളുടെ ടെംപ്ലേറ്റൊക്കെ മൊത്തം മാറിയല്ലോ. പക്ഷെ അങ്ങനത്തെ സിനിമ മിസ്സാവുന്നു ശരിക്കും. അപ്പോൾ ഈ പടക്കുതിര എന്റർടൈൻമെന്റ് സോണിലൊക്കെ മലയാളത്തിന്റെ എവിടെയാണ് അതിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക? നമ്മുടെ പണ്ടത്തെ ഈ മുത്താരംകുന്ന് പിയോ ആ സ്പേസിലാണോ നിൽക്കുക? അതായത് എവിടെയാണ് പടക്കുതിരനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുക? പടക്കുതിര ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ്. അതിൻ്റെ അതിലൊരു ഹ്യൂജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് തന്നെയാണ്. തമാശകൾ, വെർബൽ ഹ്യൂമർ, വെർബൽ സാഹചര്യം, ഇൻസിഡന്റൽ, എല്ലാ അർത്ഥത്തിലും ഒരു ഹ്യൂമർ ട്രാക്കിലൂടെ പോകുന്ന സിനിമ തന്നെയാണ്. പക്ഷെ നമ്മളത് ക്ലെയിം ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഹ്യൂമർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹ്യൂമർ കുറഞ്ഞു പോയാൽ അവർ പറയും ഹ്യൂമർ ഇല്ലാന്ന്. അപ്പോൾ തൽക്കാലം കഞ്ഞി ഉള്ളൂ എന്ന് പറ. ബിരിയാണി കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പടം കിട്ടിയില്ലെങ്കിൽ പോലും കുറ്റം കേൾക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈൻമെന്റ് ഫിലിം തന്നെയാണ്. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫൺ സിനിമ ആണ്. ഏകലവ്യൻ റിലീസായ സമയത്ത് ശ്രീപത്മ എന്ന് പറയുന്ന തിയേറ്ററിലെ സ്ക്രീനുകൾ കത്തിച്ചിട്ട് ആളുകളെ കയറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അതിനകത്ത് അത്രയും വെയിറ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു അതിനെ കത്തിച്ച ആളുകളുടെ ഉള്ളിലത്തെ ആകുലത. അത്രയും ചങ്കൂറ്റം ഉണ്ടായിരുന്നു NG പണിക്കർ സിനിമകളുടെ റൈറ്റിങ്ങിന്. പിന്നീട് അത് എവിടെയാണ് പോയത്? അങ്ങനത്തെ സിനിമകളെ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ പിന്നീട് അത്തരം സിനിമകൾ എഴുതിയിട്ടില്ല. ഞാൻ 2012 ശേഷം സിനിമ എഴുതിയിട്ടില്ല. അതെ, ഞാൻ 2012 എഴുതിയ സിനിമകളിലും ഞാൻ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെയാണ് എഴുതിയത്. അത് ഏതൊക്കെ നിലയ്ക്കാണ് ഏതെല്ലാം കാലങ്ങളിൽ പ്രവർത്തിക്കുക പ്രേക്ഷക മനസ്സുകളിൽ എന്നുള്ളത് ഒരു മാറിക്കൊണ്ടിരിക്കുന്ന സെൻസിബിലിറ്റിയുടെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്നതാണ്. ഞാൻ ഇനിയൊരു സിനിമ എഴുതിയാലും എന്നിൽ അത്തരം നിലപാടുകളും അത്തരം പൊളിറ്റിക്സും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാറിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഏറ്റവും രസത്തിൽ ആസ്വദിച്ചിരുന്നൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ അന്ന് റിയൽ ലൈഫിലുണ്ടായിരുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫുമായി സാമ്യം തോന്നുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ കാരിക്കേച്ചർ രൂപങ്ങൾ സിനിമയിൽ കാണാമായിരുന്നു. പ്രജയിൽ അന്നത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയാധികാരൻ്റെ മകളുടെ രൂപത്തിനോട് സാമ്യം തോന്നുന്ന ഒരു കഥാപാത്രം വന്ന് പെട്ടെന്ന് പോപ്പിനായി. അതൊന്നുമല്ലല്ലോ ആ സിനിമയുടെ ഒരു ഫാക്ടർ ഒന്നുമല്ല. അല്ല, പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പോപ്പിനായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമ അത്തരം സിനിമകൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് അന്നുണ്ടാകുന്ന കാര്യങ്ങൾ വിഷ്വലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ സമ്പ്രദായമില്ല. ന്യൂസ് ചാനലുകളില്ല. ഇന്ന് കാണുന്നത് പോലെ സോഷ്യൽ മീഡിയ ഇല്ല. എന്ത് സംഭവിച്ചാലും അത് ആ സ്പോട്ടിൽ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളില്ല, സെൽഫോണില്ല. മീഡിയ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തുന്നതിൻ്റെ പരിമിതികൾ സമൃദ്ധമായിരുന്നൊരു കാലത്താണ് അത്തരം സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു അത്ഭുതമാണ്. ഇന്ന് നിങ്ങൾ രാവിലെ ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഒരു സ്കൂട്ടർ പറഞ്ഞാൽ അന്ന് കാണും. ഏതെങ്കിലും ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് ഒരാൾ അയാളുടെ അധികാരം അമിതമായി പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആ സമയത്ത് അത് കാണും. ഒരു പോലീസ് അട്രോസിറ്റി ഉണ്ടായാൽ നിങ്ങളത് കാണും. ഒരു രാഷ്ട്രീയക്കാരനൊരു നാവുപിഴ ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടും. സോ അത്തരം പോസിബിലിറ്റീസ് ഇല്ലാതായി, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പുതുമ ഇല്ലാതായി. ഞാൻ അത്തരം സിനിമകൾ എഴുതുമ്പോൾ അത് അന്നത്തെ കാലത്തൊരു ബോൾഡായിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇന്ന് അതിലൊരു ബോൾഡ്നെസ് ആളുകൾ കാണുന്നതിൻ്റെ സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ആ കാലത്തിൻ്റെ മാധ്യമ പരിമിതികളാണ് അത്തരം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ കാരിക്കേച്ചറുകളെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു രസവും അത്ഭുതവും നിക്ഷേപിച്ചിരുന്നത്. ഇപ്പം അതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഞാൻ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും കാര്യം പറഞ്ഞ് ഞാൻ എന്നോട് കമ്പയർ ചെയ്തതല്ല. അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടേണ്ട കാര്യമില്ല. ശരീരഭാഷയാണ്. അതൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ അയാളുടെ കഥാപാത്രത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം. അതിൽ പരാജയപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രകടമായി പോകും. അജു പേഴ്സണലി ഒരു NG പണിക്കർ ആരാധകൻ എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം ഫഹദ് ഫാസിലിനെ വെച്ചൊരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലൊരു നായകനായിരിക്കും അജു കാണുക? ഇപ്പോൾ കിങ്ങിലൊക്കെ പോലെ യു ആർ മൈ എൻഡ്സ് മീൻസ് ആൻഡ് മിഷൻ എന്ന് പറയുന്ന ഫഹദിനെ ആയിരിക്കുമോ കാണുക, അതോ പുതിയൊരു ഫഹദിനെ രഞ്ജി പണിക്കർ ഭാഷ്യത്തിൽ കാണാനാണോ ആഗ്രഹിക്കുക? പടക്കുതിര വർക്ക് ചെയ്തപ്പോൾ തൊട്ട് അതിനു മുമ്പ് ഞാൻ സാറിനോട് അത്യാവശ്യം 3-4 സിനിമകൾ ക്ലോസ് കോമ്പാക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടക്കുതിര വർക്ക് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായി ആ പശുപതിയിൽ നിന്ന് പോയ ഹ്യൂമർ അത് അൺടാപ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. സാറിനും താല്പര്യമില്ല, സാറും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ
അത് ഹ്യൂജ്ലി സാറിൻ്റെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ സാറ് ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായം കടന്ന് ജീവിതം കണ്ട് പരുവപ്പെട്ട് ഇതിലൊക്കെ ഇത്ര ഉള്ള കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ഒക്കെ മാറുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് വരുന്നതിൻ്റെ ആവാം. ആ സൈഡ് സാറ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം മമ്മൂക്കയെ വെച്ച് ചെയ്താൽ കണ്ടാ കൊള്ളാമെന്നും ഞാൻ പറഞ്ഞു. ബിക്കോസ് ആഫ്റ്റർ പ്രാഞ്ചിയേട്ടൻ, എനിക്ക് പ്രാഞ്ചിയേട്ടൻ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫിലിംസ് ക്യാരക്ടേഴ്സ്, എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഫിലിംസിൽ ഒരു ക്യാരക്ടറാണ് അരിപ്രാഞ്ചി. അത് ആ ഒരു കോമ്പിനേഷൻ രഞ്ജിത്ത് സാർ മമ്മൂക്കയാണ്. ഫയർ ബ്രാൻഡ് സിനിമകളാണ് അവർ കൂടുതലും ചെയ്തത് അല്ലേ? അതേപോലെ തിരിച്ചുള്ളൊരു കോൺട്രാസ്റ്റ് എഴുത്ത് അദ്ദേഹത്തിനോടൊപ്പം വന്ന എനിക്കെന്തോ ഭയങ്കര ചിരിക്കാനുള്ള നല്ലൊരു കഥാപാത്രത്തെ കാണാൻ എനിക്കൊരു ഭയങ്കര ഒരു ഗട്ട് ഫീൽ. 3 പേരോടും അവസാനമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ സിനിമകളിൽ അല്ലെങ്കിൽ ഇന്നിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ പെട്ടുപോകുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പെട്ടുപോകുക എന്നുള്ളൊരു മോശം ടെർമിനോളജി ആയിരിക്കും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വളരെ ഒരു ഡിമാൻഡിങ് ഫാക്ടറായി നിലനിൽക്കുന്നുണ്ട് എഴുത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യവൽക്കരണത്തിൽ. ഉദാഹരണത്തിന് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ ശരീരങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കേണ്ടത്, അതിനൊക്കെ ഇന്ന് കൃത്യമായിട്ടുള്ള മാർഗരേഖകളൊക്കെ ഉള്ളതുപോലെയാണ്. ഇതിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഒരു ക്രിയേറ്റർ ഇതിനെ എവിടെയാണ് നോക്കിക്കാണേണ്ടത്? ഒരു കാലം സൃഷ്ടിക്കുന്ന അത്തരം മാൻഡേറ്റുകളെ നിഷേധിക്കുമ്പോഴും അതിജീവിക്കുമ്പോഴുമാണ് ലോകത്തെ ഏറ്റവും വലിയ കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത്. ഈ മാൻഡേറ്റുകൾ ആരുണ്ടാക്കുന്നതാണ്? ആരുടെ മാൻഡേറ്റാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, there ends it. ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എന്താണ്? സോഷ്യൽ മീഡിയ. ലെവലേഷനില്ല, അനാർക്കിയാണ്. അവിടെ ഏത് മാൻഡേറ്റിനാണ് സർവൈവ് ചെയ്യാൻ പറ്റുക? ഐ ഓൾസോ ഗെസ് ഇപ്പം നമ്മളൊരു ക്യാരക്ടേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സിനിമ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദോസ് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ കഥാപാത്രം നിങ്ങൾ രാമായണം സിനിമ ഉണ്ടാക്കിയാൽ സീതയെ അഗ്നിപ്രവേശം ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതല്ലേ ഏറ്റവും വലിയ അട്രോസിറ്റി. ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. അതല്ല, അത് പുതിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രകാരം സീതയെ തീയിലൂടെ പ്രവേശിപ്പിച്ചിട്ട് പരിശുദ്ധി തെളിയിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പിക്ചറൈസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യും? അതെ, ലക്ഷ്മണനും ആറുമൂലയും മുറിക്കേണ്ടിയും വരും, ശൂർപ്പണഖയുടെ മുല മുറിക്കേണ്ടി വരുമല്ലോ. അത് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും. അത്തരം മാൻഡേറ്റുകളൊന്നും ഒരു കാലത്തും അത് നിങ്ങൾ സാഹിത്യത്തിലാവട്ടെ സിനിമയിലാവട്ടെ എവിടെയാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു ബാധ്യതയുടെ പ്രതിക്കൂട്ടിലിരുന്നു കൊണ്ട് ഒരാൾക്ക് സാഹിത്യ സൃഷ്ടിയോ ചലച്ചിത്ര സൃഷ്ടിയോ നടത്താൻ പറ്റുമോ? അതൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ആര് തീരുമാനിച്ചു? സോഷ്യൽ മീഡിയ തീരുമാനിച്ചു, മീഡിയ തീരുമാനിച്ചു, നിയമം തീരുമാനിച്ചു. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഫാക്ടറാണ് പ്രധാനം. ആ മനുഷ്യത്വത്തിൻ്റെ പോർട്രയൽസാണ് എല്ലാ കലാസൃഷ്ടികളും, ഏറിയും കുറഞ്ഞും. അതിനപ്പുറത്തേക്ക് ഒരു മാൻഡേറ്റും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് യുദ്ധം നിരോധിക്കാൻ പറ്റുമോ? ഏറ്റവും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യം. സാധിക്കില്ല. പൊളിറ്റിക്കലി കറക്റ്റാണോ യുദ്ധം? യുദ്ധമല്ലേ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് അടിസ്ഥാനപരമായിട്ട്. അതിൽ വേർതിരിവൊന്നുമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റികളെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാൻഡേറ്റ് ചെയ്യുന്നു. ലോകം മുഴുവൻ എല്ലാ യുദ്ധഭൂമികളിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്, കുഞ്ഞുങ്ങളുമാണ്. So how do you rate it? How do you analyze it? രഞ്ജി പണിക്കരുടെ മകൻ ഈ അടുത്തൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അറിഞ്ഞത് രഞ്ജി പണിക്കരുടെ മകൻ്റെ സോഴ്സ് രഞ്ജി പണിക്കരാണ്. അയാളുടെ അഭിപ്രായങ്ങളുടെ സോഴ്സ് രഞ്ജി പണിക്കരല്ല. അത് ഉത്തരവാദിത്വം രഞ്ജി പണിക്കരുടെ മകൻ്റെ അഭിപ്രായങ്ങൾ. അയാൾ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് അയാളുടേതായ നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അയാൾക്ക് അതിൻ്റേതായ ശരികളും തെറ്റുകളുമുണ്ട്. എന്നോട് ചോദിച്ചിട്ട് സ്വന്തം നിലപാടുകൾ തീരുമാനിക്കേണ്ട ഒരു പരാധീനത എൻ്റെ മകനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല കാര്യം. ഈ കടുപ്പമൊന്നും പക്ഷെ പടക്കുതിരക്കില്ല. പടക്കുതിര ഏറ്റവും ആയാസപൂർവ്വം കണ്ട് ചിരിച്ച് രസാവഹമായിട്ട് അനായാസം ചിരിച്ച് രസാവഹമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു
കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അതിന് ആ വിധത്തിൽ തന്നെ ആളുകൾ കാണട്ടെ. എല്ലാ വിധത്തിലുള്ള സിനിമകൾക്കും ഇന്ന് സ്കോപ്പുള്ള ഒരു സമയത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. 3 പേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575.